അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഫണ്ട് ശേഖരിക്കുന്നത് ധനരാജ് രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ശേഖരിക്കുന്ന ഫണ്ട് സഹായത്തിന് വേണ്ടി മാത്രമല്ല. പാർട്ടി ശേഖരിച്ച അതിനു വേണ്ടി എന്തിനു വേണ്ടിയാ? കുടുംബസഹായം, വീടുണ്ടാക്കി കൊടുക്കൽ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടത്തണം. കേസ് നടത്തണ്ടേ? ധനരാജിനെ കൊലപ്പെടുത്തിയ ആളുകളെ ശിക്ഷിക്കണം. ആ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ PPA വെക്കേണ്ടി വരും. കേസ് നടത്തണം. ഇങ്ങനെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ശേഖരണം. ആ ഫണ്ട്, കേസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. ആ ഫണ്ടിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പാർട്ടിക്ക് പാർട്ടിയുടെ ഫണ്ട് 1 രൂപ നഷ്ടപ്പെട്ടില്ല. അത് പാർട്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാ പറയും. അതില് ഏഷ്യാനെറ്റിനോടോ ചാനലുകളോടോ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിക്കൊരു രീതിയുണ്ട്. പാർട്ടിയുടെ ഏത് ധനസമാഹരണമായാലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ചിട്ട് നേരത്തെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി? അത് പാർട്ടിയുടെ ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അത് അംഗീകരിക്കേണ്ടത്. ആരോപണം നിങ്ങൾക്ക് ഇനി ഉയർത്താലോ, എന്ത് പറയാലോ? അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പാകെ കണക്ക് കൊടുത്തിട്ട് വരാൻ വേണ്ടി പറ്റും? ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബോധ്യമാണ്. പാർട്ടി ഏതെങ്കിലും വിധത്തില് ധനാപഹരണം നടത്തുന്ന പാർട്ടിയല്ല. ഇവിടെ ഏതെങ്കിലും ഒരാൾ ശരിയും മറ്റുള്ളവർ മുഴുവൻ തെറ്റുമല്ല. പാർട്ടിയുടെ ബോധ്യ. എന്താ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് പറയാതിരിക്കുന്നത് ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്കൊക്കെ അങ്ങ് മേലോട്ടേക്ക് എത്തണം, അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്. സർ കോടിയേരി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. കോടിയേരിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ആരെ സോപ്പിട്ടിട്ട് ഏതിന്റെ മേലെ എത്താൻ വേണ്ടിയിട്ടാ? അപ്പൊ അങ്ങേറ്റ തെറ്റായ കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പാകെ പറയാണ്, പാർട്ടിയെ സംബന്ധിച്ച് പറയാണ്. കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ്. ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റർമാരുടെ റിപ്പോർട്ട് സാധാരണ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ഏരിയ കമ്മിറ്റിയുടെ പണിയാണ്. ജില്ലാ കമ്മിറ്റി ആ വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് ഓഡിറ്റർമാരുടെ എങ്ങനെയാണ് അവര് കണക്ക് പരിശോധിച്ചിട്ടുള്ളതെന്നതിന്റെ വിശദാംശങ്ങൾ നോക്കി ജില്ലാ കമ്മിറ്റി ഉറപ്പുവരുത്തിയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും ആകെ ബോധ്യമാണ് ധനരാജ് ഫണ്ടിൽ നിന്ന്, കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് പാർട്ടിയുടെ ബോധ്യമാണ്. അത് മലയാള മനോരമയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പാർട്ടിക്കില്ല. ഓഡിറ്റിന് ഹാജരാക്കിയ 6 റസീറ്റ് ബുക്കുകൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞല്ലോ. ആ 6 റസീറ്റ് ബുക്കുകളിൽ 2 വ്യാജമായിരുന്നു എന്നും ആ 2 ഒറിജിനൽ കാണാനില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നീട് ടി.ഐ. മധുസൂദനൻ തന്നെ തന്റെ പക്കലുണ്ടായിരുന്നു എന്ന തരത്തിൽ മറ്റൊരാളുടെ വശം ഈ റസീറ്റ് ബുക്ക് പുറത്തുവിട്ടു. അപ്പൊ സെക്രട്ടറി പറയുന്നു ധനാഭരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ ഒളിച്ചുവെപ്പാണല്ലോ ഇതിനകത്തെ വെട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 റസീറ്റ് ബുക്കുകളിലായിട്ട് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ റെസീറ്റ് ആക്കിയതെന്നും അതിൽ 6 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടാനെന്നും 17 ലക്ഷം രൂപയാണ് ലഭിച്ചതെന്നും പറയുന്നത്. സി കൃഷ്ണനും അതുപോലെ തന്നെ ടി.ഐ. മധുസൂദനുമാണ് ഈ റെസീറ്റ് ബുക്കുകൾ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെട്ടിച്ച് കാണാതെ പോയി എന്ന് പറയുക, പിന്നീട് അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതിലെ തട്ടിപ്പ്. അതില് ഈ റെസീറ്റ് ബുക്ക് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ടി.ഐ. മധുസൂദൻ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയ. പക്ഷെ കാണാതെ പോയി എന്ന് പറയുമ്പോഴും അതിൽ ചേർത്ത പണം ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മുമ്പാകെ അദ്ദേഹം നൽകിയതാണ്. പണം നൽകി, പക്ഷെ റെസീറ്റ് ഇല്ല. റെസീറ്റ് പരിശോധിക്കുമ്പോഴല്ലേ നൽകിയ പണവും ചേർത്ത റെസീറ്റും ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പൊ പിന്നീട് അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് തപ്പി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ റെസീറ്റ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ പണം നേരത്തെ നൽകിയിട്ടുണ്ട്, അല്ലാതെ റെസീറ്റും പണം എടുത്തിട്ട് വരികയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഇതില് CPM ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് ചിലപ്പോ റെസീറ്റ് ചേർത്ത് കൊടുക്കും, പണം കിട്ടിയിട്ടുണ്ടാവില്ല. ആ പണം ഓഫീസിൽ കൊടുത്തോന്ന് പറയും, ഓഫീസിൽ കൊടുക്കും. ഇപ്പൊ റെസീറ്റ് എന്റെ കയ്യിലുണ്ടാവും, പണം ഓഫീസിൽ കൊടുക്കും.
പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്ന സഖാക്കളെ 100% വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നവരാണ് പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്നവർ എന്ന് ഞങ്ങളാരും കരുതിയില്ല. അങ്ങനെ ഉള്ളവരല്ല പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ റെസീറ്റ് കാണാതായ പ്രശ്നമുണ്ട്. അത് ഗൗരവമുള്ളതാണ്. അതോടൊപ്പം തന്നെ ആദ്യം ഈ പറഞ്ഞ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വ്യാജ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ. ആദ്യ റെസീറ്റ് അക്ഷരം തെറ്റിയപ്പോ, അക്ഷര പെശകുകൾ സംഭവിച്ചപ്പോ മാറ്റി അച്ചടിച്ചു. രണ്ടു തരം റെസീറ്റ് അല്ല. ഇപ്പൊ മാറ്റി അച്ചടിച്ചതാണെങ്കിൽ മസൂദിനെ രക്ഷപ്പിച്ചുകൊണ്ടാണല്ലോ ഈ പ്രചരണം. അങ്ങനെയാണെങ്കിൽ ആ മാറ്റി അച്ചടിച്ച വ്യാജമെന്ന് പറയുന്ന റെസീറ്റ് മസൂദനല്ലേ ഉപയോഗിക്കേണ്ടത്?